ഗുഡ് മോർണിംഗ്, രജിത ബാലു ആണേ. ഇന്നും മോഹന ഓർക്കിഡ്സിലെ മറ്റൊരു എപ്പിസോഡുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഒരു വീഡിയോയിലൂടെ തന്നെ തുടങ്ങാം. ഇത് ഒരു ഓർക്കിഡ് ലവർ നമുക്ക് അയച്ചു തന്നിട്ടുള്ളതാണ്. സംശയം ഇങ്ങനെയാണ്: ഈ വീഡിയോയിൽ കാണുന്ന മുട്ടുകൾ ഒരു മാസത്തിലേറെയായി ഇങ്ങനെ തന്നെ നിൽക്കുന്നു. ഇത് ഇനി വിരിയുകയുമില്ല. ഇപ്പോഴേ വാട്ടം ആരംഭിച്ചു. ഇനി ഓരോന്നായി കൊഴിഞ്ഞു തുടങ്ങും. ഇത് എന്താണ് രോഗം? പ്രതിവിധിയുണ്ടോ? അതുപോലെ തന്നെ വിരിയാറായ മുട്ടുകൾ മഞ്ഞ നിറമായി പൊട്ടച്ച് ഉണങ്ങിപ്പോകുന്നു. ഇതിനുള്ള മറുപടി തരണേ മോഹനേട്ടാ. നമ്മുടെ ഈ ആദ്യത്തെ ചോദ്യത്തിനുള്ള മറുപടിക്ക് അർഹമാകുന്ന മറ്റൊരു ചോദ്യം കൂടെ ഉണ്ട്. മറ്റൊരു ഓർക്കിഡ് ലവർ നമുക്ക് അയച്ചു തന്ന ഈ വീഡിയോയിലാണ് ആ സംശയം ചോദിക്കുന്നത്. സംശയം ഇങ്ങനെയാണ്: ഈ പൂവിൻ്റെ ബാക്ക് സൈഡിലായിട്ട്, അതായത് പൂക്കളുടെ അടിവശത്തായിട്ട് കറുത്ത വരകൾ കാണുന്നു. അതുപോലെ തന്നെ ബഡിൻ്റെ സൈഡുകളുമായിട്ട് അങ്ങനെ കറുത്ത വരകൾ കാണുന്നു. ഇത് രോഗമാണോ? പ്രതിവിധിയുണ്ടോ എന്നാണ് ചോദ്യം. ഇതിന് മറുപടിയൊക്കെ പറയാം. ഇതിന് ഇതൊക്കെ മരുന്ന് പ്രയോഗിക്കാതെ ഇത് നോക്കിയാൽ കാൽസ്യം, സിങ്ക്, ബോറോൺ. കാൽഷ്യം, സിങ്ക്, ബോറോൺ, അതാണ് CaZbO. കാസബോ. അതെ, ഇത് ചെടികൾക്ക് കിട്ടാത്ത കൊണ്ടാണ്. ഈ കാൽസ്യവും സിങ്കും ബോറോണും ചെടികൾക്ക് ആവശ്യത്തിന് കിട്ടാതെ വരുമ്പോഴാണ്. ഒരുപക്ഷെ നമ്മൾ കൊടുക്കുന്നുണ്ടായാലും ചില ചെടികൾക്ക് അത് പോരാ. ഇത് ഡെൻഡ്രോബിയം ചെടിയാണ്. ഈ ചെടിയിൽ വലിയ ഡെൻഡ്രോബിയത്തിൽ വലിയ പൂവുണ്ടാവുന്ന ചെടികളുണ്ട്. വലിയ പൂവുണ്ടാവുന്ന ചെടി ഇപ്പം നിങ്ങൾ കാണിച്ച ഫോട്ടോ, അത് വലിയ പൂവുണ്ടാവുന്ന ചെടിയാണ്. അങ്ങനെ ചെടികൾക്ക് നമ്മൾ കൊടുക്കുന്ന അളവിലും അല്പം കൂടുതൽ കിട്ടിയാലാണ് അത് വിരിയുള്ളൂ. വിരിയാതെ പോകാനുള്ള കാരണം വന്നപ്പോൾ ഇതാണ്. ഈ 3 കാൽസ്യം, സിങ്ക്, ബോറോണിൻ്റെ കുറവുകൊണ്ടാണ്. ഇപ്പം നമ്മൾ ബോറോൺ കൊടുക്കുന്നുണ്ടായിരിക്കും, കാൽസ്യം കൊടുക്കുന്നുണ്ടായിരിക്കും. ഇതൊക്കെ നോർമലായിട്ട് എല്ലാ ചെടികൾക്കും ഒരുമിച്ച് കോമൺ ആയിട്ട് കിട്ടത്തക്ക വിധത്തിൽ നോർമലായിട്ട് നമ്മൾ കൊടുക്കുന്നത്. പ്രത്യേകം ചെടികൾക്ക് പ്രത്യേകം കൊടുക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഈ വലിയ പൂവുണ്ടാകുന്ന ചെടികൾ, അതായത് ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണിച്ച ഇതുപോലെ തന്നെ ജംബോ വൈറ്റ് എന്ന് പറഞ്ഞ വലിയ പൂവ് വരുന്നില്ലേ, അതുപോലെ തന്നെ പിന്നെ വേറെ പൂവുകളൊക്കെ വരുന്നുണ്ട്. ഈ ഡ്രാഗൺ എനർജിപ്പെട്ടുള്ള വലിയ പൂവ് വരുന്നുണ്ട്. പിന്നെ ട്രിസാര എന്ന് പറഞ്ഞൊരു പൂവൊക്കെ വരുന്നില്ല. ഒക്കെ വലിയ ഫെല്ലോസിൻ്റെ പൂവിൻ്റെ അത്രയ്ക്ക് വരുന്നുണ്ട് പൂവുകൾ. ഈ വക പൂവുകൾ ഇങ്ങനെ ഇത്തരം വലിയ പൂവുകൾ ഉണ്ടാകുന്ന ചെടികൾക്കാണ് ഇത് സംഭവിക്കുന്നത്. അപ്പം നമ്മൾ ഈ കൊടുക്കുന്നത് ഇതെടുത്താൽ മതി. ഇത് ഇതിൽ നമ്മൾ എടുക്കുമ്പോൾ എന്താ വെച്ചാൽ, കാൽസ്യം കൊടുക്കുന്നവരാണെങ്കിൽ, കാൽസ്യം ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ കാൽസ്യം നിർത്തി വയ്ക്കുക. നമ്മൾ സാധാരണ കാൽസ്യം നൈട്രേറ്റ് കൊടുക്കുന്നവരാണെങ്കിൽ കാൽസ്യം നൈട്രേറ്റ് നിർത്തി വയ്ക്കുക. ഇത് കൊടുക്കുമ്പോൾ ഇതിന്ന് ഒരു 2 ml എടുക്കുക. 2 ml എടുത്തിട്ട് ഒരു 1/2 ml, അത് നമ്മൾ ബോറോൺ കൊടുക്കുന്നവരാണ് എങ്കിൽ 1/2 ml എടുത്താൽ മതി. ബോറോൺ കൊടുക്കാത്തവരാണ് എങ്കിൽ 1 ml എടുക്കുക. ഇതെടുത്തിട്ട് നമ്മളിത് കൊടുക്കുകയാണ് എങ്കിൽ ഇത് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇതൊരു ആവശ്യത്തിനുള്ള ഇപ്പോൾ 20 സംതിങ് കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. 21 കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. ബോറോൺ 5% മറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ബോറോണല്ല, സിങ്ക്. അപ്പോൾ ആവശ്യത്തിനുള്ള കാൽസ്യം, സിങ്കും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ വളരെ ചെറിയ അളവിലുള്ള ബോറോണുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബോറോൺ കൊടുക്കുന്നുണ്ട് എങ്കിൽ 1/2 ml എടുക്കാൻ പാടുള്ളൂ ബോറോൺ. ഇതിൽ നിന്ന് 2 ml, അതായത് കാസബോ ഇതിൽ നിന്ന് 2 ml എടുക്കുക. ഇത് കമ്പനിയുടെ പേരാണ് ഇപ്പുറത്ത് കാണിച്ചിട്ടുള്ളത് കേട്ടോ. അതെടുത്തിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഈ വക ഇത് സ്ഥിരമായിട്ട് കൊടുക്കുക. ഇത് ഓർക്കിഡ് മാത്രമല്ല കേട്ടോ, നല്ല ചെടികളും കൊടുക്കുക. അപ്പോൾ ഇത് ഈ വിളവുണ്ടാവാനും കായിൻ്റെ ഈ മുളക്, അതുപോലെ തന്നെ തക്കാളിയൊക്കെ ഇല്ലേ, അങ്ങനത്തെ പച്ചക്കറികൾക്ക് കൊടുത്തോളൂ. ഉപ്പും കായ പിടുത്തൊക്കെ ഉണ്ടാവും. ഓർക്കിഡിന് ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിന്ന് 2 ml, ബോറോൺ 1 ml, രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് എടുത്ത് കൊടുത്തോളും. അപ്പോൾ കാൽസ്യം കൊടുക്കുന്നവരാണെങ്കിൽ കാൽസ്യം ഈ സമയത്ത് കാൽസ്യം കൊടുക്കാൻ പാടില്ല, സെപ്പറേറ്റ് കാൽസ്യം കൊടുക്കാൻ പാടില്ല കൊടുക്കുന്ന സമയത്ത്. ഇത് മാസത്തിൽ 2 തവണ കൊടുക്കേണ്ടത്.
അതുപോലത്തെ ഒരു ബോറോൺ കൊടുക്കുന്നവരാണ് എങ്കിൽ 1/2 ml ആണ് ഇത് എടുക്കാൻ പാടുള്ളൂ. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇത് സ്ഥിരമായിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. സ്ഥിരമായി കൊടുക്കുന്നവരുണ്ട്. സ്ഥിരമായിട്ട് ഇത് കൊടുക്കുകയാണെങ്കിൽ കാൽസ്യം പൂർണ്ണമായിട്ടും നിങ്ങൾ അഡീഷണലായിട്ട് കൊടുക്കണ്ട, നിങ്ങൾക്ക് നിർത്തി വയ്ക്കാം. അതന്നെ ബോറോൺ കൊടുത്തുകൊണ്ടിരുന്നോളൂ, കുഴപ്പമില്ല. പിന്നെ അടുത്ത് പറഞ്ഞത് മുട്ട് വിരിയാറായ മുട്ട് വിരിയാതെ പൊട്ടച്ച് കൊഴിഞ്ഞു പോകുന്നു അല്ലേ? അത് കാരണം ഇത് നോക്കിക്കോളൂ. ഇതെന്താണെന്ന് നോക്കിയേ. അഡാഫോൺ. ഇത് കഴിഞ്ഞ അതിന്റെ അതിന്റെ മോളിക്കോട് നോക്കിയപ്പോൾ എത്തിപ്പോൾ ഈ കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞത്തെ ഇറങ്ങിയുള്ളതിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ എത്തിഫോൺ അതിൻ്റെ അതൊരു ഇതാണ്, നമ്മുടെ ഹോർമോണാണ്. ഈ ഹോർമോണിൻ്റെ കുറവുകൊണ്ടാണ് ഈ ഹോർമോൺ മുട്ടിലേക്ക് എത്തുന്നില്ല. ഇത് ഇടയിൽ വെച്ച് തണ്ടിൽ നിന്ന് ഞെട്ടിയുണ്ടല്ലോ, ഞെട്ടിയിൽ നിന്ന് മുട്ടിലേക്ക് എത്ര ദൂരമുണ്ട്, അതിൻ്റെ ഇടയിൽ വെച്ചത് ബ്ലോക്ക് ആവാണ്. അത് കിട്ടാതെ വരുമ്പോഴാണ് ഇത് വിരിയാണ്ട് പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഒരാൾ ചോദ്യം ഉണ്ടായിരുന്നു, ഇങ്ങനെ പൂ വിരിഞ്ഞിട്ട് അധികം നാൾ നിൽക്കാതെ കൊഴിഞ്ഞു പോകുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നാലും ഞാൻ വിവരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിന് കൊടുക്കേണ്ട സാധനം. ഇത് നിങ്ങൾ 1 ml 4 ലിറ്റർ വെള്ളം ഇതിലെടുത്തിട്ട് കൊടുത്തോളൂ. അപ്പോൾ ഈ പറഞ്ഞ രോഗങ്ങൾ വരില്ല. രോഗമല്ല ഇത്, കാരണം അങ്ങനെ കിട്ടാണ്ട് പോകണത്. ഇത് നിങ്ങൾ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇത് സ്ഥിരമായിട്ട് കൊടുക്കാവുന്നതാണ്. സ്ഥിരമായിട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മുട്ടുകളും വീര്യം, മാത്രമല്ല വിരിയെന്ന് പറഞ്ഞാൽ പൂർണ്ണമായി വിരിയം ചെയ്ത് അല്പം വലുപ്പമുള്ളവർക്ക് തോന്നും. പൂർണ്ണമായി വിരിയം മാത്രമല്ല, ഒരു 2 മാസം നിൽക്കടെ പൂവൊക്കെ ഒരു 10 ദിവസം കൂടി കൂടുതൽ നിന്ന് വരും, വാടാടൊക്കെ നിൽക്കും. അപ്പോൾ ഈ ഹോർമോണിൻ്റെ കുറവാണിത്. അപ്പോൾ തന്നെ പൂവുകളിൽ ഈ പുള്ളിയൊക്കെ കാണുന്നുണ്ടല്ലോ, ഈ പുള്ളിയൊന്നും വരില്ല. ഈ ഹോർമോണിൻ്റെ കുറവുകൊണ്ട് ഇതൊക്കെ അത് പൂവുകളൊക്കെ നല്ല വൃത്തിയിൽ വിരിഞ്ഞ് നിൽക്കും, ഏറെ നാൾ നിൽക്കുന്നു വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഹോർമോൺ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ അത് കൊടുക്കുമ്പോൾ തൈകൾക്ക് കൊടുക്കണ്ട. മെച്ചൂർ പ്ലാന്റുകൾക്ക് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ വരുന്ന ഒരു കൊലകൾക്കും ഇതിന് കേടുവരില്ല. ഇത് പച്ചക്കറികൾക്കും കൊടുക്കാം കേട്ടോ. ഇത് ഓർക്കിഡ് മാത്രം വേണ്ടി ഉണ്ടാക്കി വരുന്നതല്ല, മറ്റുള്ള പച്ചക്കറികളുള്ളതിലും കൊടുത്തോളൂ. അവിടെ നല്ല കായപ്പെടുത്തുണ്ടാവും, ചെയ്തോളൂ. ഇതാണ് എൻ്റെ മരുന്ന്. ഇത് മാസത്തിൽ 2 തവണയാണ് കേട്ടോ. 2 തവണ കൊടുക്കുക. അതിൽ 2 ആഴ്ചയിൽ 1 തവണ ഇങ്ങനെ ഞാൻ കൊടുത്താൽ കൊടുക്കണം. മാസത്തിൽ 2 തവണ കൊടുത്താൽ മതി. മറ്റൊരു ഓർക്കിഡ് ലവർ നമുക്ക് അയച്ചു തന്നിട്ടുള്ള പിക്ചേഴ്സാണ് ഈ കാണുന്നത്. അതിൽ അവരുടെ ഗാർഡനിലുള്ള ഫെലനോപ്സിസിൻ്റെ ആദ്യത്തെ പിക്ചർ പ്രകാരമുള്ള ചോദ്യം എങ്ങനെയാണ്, ഇലയുടെ അടിവശത്ത് മാന്തിയതുപോലെ കാണുന്നു. അതുപോലെ രണ്ടാമത്തെ ഫെലനോപ്സിസ് തന്നെയാണ്, ആ പ്ലാന്റും കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കരിഞ്ഞ ഇലയുമാണ് കാണിച്ചിട്ടുള്ളത്. ഇത് എന്താണ് രോഗമെന്നും അതിനുള്ള പ്രതിവിധിയുമാണ് അവർ മോഹനേട്ടനോട് ചോദിച്ചിട്ടുള്ളത്. ഇത് പൗഡറി മിൽഡ്യൂ എന്ന് പറഞ്ഞ രോഗമാണത്. ചെടികൾക്ക് ഹെൽത്തില്ല, വളങ്ങൾ കൊടുക്കുന്നത് വളരെ കുറവായിട്ട് സംഭവിക്കുന്നതാണ്. ഇല്ല ചെടികൾക്ക്. ചെടികൾക്ക് ആരോഗ്യകരമായ വളർച്ച ഉണ്ടെങ്കിൽ ഇലമേൽ ഒരു രോഗം വരില്ല. രോഗങ്ങൾക്ക് വരുന്നത് അത് ഹെൽത്തി അല്ലാതെന്ന് കൂടെ മനസ്സിലാക്കണം. അപ്പോൾ അതിന് വേണ്ട വളങ്ങളൊക്കെ കൊടുക്കുമോ? അപ്പോൾ ഈ വക കാണുന്നില്ല. കണ്ടതിന് മരുന്നൊക്കെ പറഞ്ഞുതരാം. ഇതിൻ്റെ അടിയിൽ ഒരു ഇല കൂടി കാണിച്ചില്ലേ? ഏതാണ് ഇല വന്നിട്ടുള്ള ഇനി ഉണങ്ങിയത് കാണിച്ചതാ, മഞ്ഞപ്പുള്ളി. ഇലയിൽ ഈ മഞ്ഞപ്പുള്ളി കാണുമ്പോൾ അങ്ങനെ തന്നെ വേര് തകരാറ് സംഭവിച്ചാൽ വേരിനത് ഉണക്കം വരുമ്പോൾ ഒരു ഉണക്ക രോഗമാണ് ഫെലനോപ്സിസിൻ്റെ വേരിന് ഉണക്കം ബാധിച്ചു തുടങ്ങി. വേരുകൾക്ക് ആ ഉണക്കം ബാധിക്കുന്ന സമയത്ത് ഇലമിലെടുത്ത് കാണിക്കുന്ന ആ മഞ്ഞ പുള്ളി ഇങ്ങനെ വരുന്നത്. അപ്പോൾ അതിന് മരുന്നിന് ഇപ്പോൾ ഈ 2 മരുന്നിന് കൂട്ടി ആ മഞ്ഞപ്പുള്ളി വന്നതിനും നമ്മുടെ ഈ പൗഡറി മിൽഡിക്കും കൂടിയിട്ട് ഒരു മരുന്ന് കൊടുത്താൽ മതി. മഞ്ഞപ്പുള്ളിക്ക് വരുന്നത് ഡൈഫൻ കോൺസോളാണ് കൊടുക്കേണ്ടത്. ഡൈഫൻ കോൺസോൾ വേറെ മേടിക്കാൻ കിട്ടും. അങ്ങനെ മേടിക്കാൻ നിൽക്കണ്ട. ഇപ്പം നിങ്ങൾ ഈ അമിസ്റ്റാർ ടോപ്പ് പറഞ്ഞാൽ ഡൈഫൻ കോൺസോളുണ്ട്, അസോസ്കി സ്ട്രോബെറി ഉണ്ട്. 2 ചേർന്ന മരുന്നാണ്. ഈ മരുന്ന് മേടിച്ചിട്ട് നിങ്ങൾ കൊടുക്കുമ്പോൾ ഈ രോഗം മാറും. വെച്ചിട്ട് ഇലമിലത്തെ പാടൊന്നും പോവില്ല കേട്ടോ. ഈ ചന്തക്കുറവാണെങ്കിൽ മുറിച്ച് കളഞ്ഞോളെ. വന്ന പാടും നിറങ്ങളൊക്കെ അവിടെ തന്നെ നിൽക്കും. വരുന്ന പുതിയ ഇലകൾ വരുന്ന എനിക്കത് ബാധിക്കില്ല.
ഇത് തന്നെ കൊടുത്താൽ മതി. ഈ അമിസ്റ്റാർ ടോപ്പ് തന്നെയാണ് മരുന്ന്. അതിൽ അസോസ്കിസ്ട്രോബിനും ഡൈഫൻ കോണസോളും ഉണ്ട്. ഈ ഇല മഞ്ഞച്ച പുള്ളി കാണുന്നതിൽ ഡൈഫൻ കോണസോൾ കൊടുത്താൽ മാറാവുന്നതാണ്. വളങ്ങൾ കൊടുക്കട്ടോ, വളങ്ങൾ കൊടുത്താൽ ചെടി നന്നായി വളരുള്ളൂ. ഫെല്ലോസിസിനൊക്കെ ഒരു ഇല വരാൻ സമയമെടുക്കും, ഒരു മാസത്തിന് മേലെ എടുക്കും ഒരു ഇല വരാൻ. ശരിക്കും വളം കൊടുത്താലാണ് ഫെല്ലോസ് നന്നായി വലിയ ഇലയെ വരുള്ളൂ, കൊലയും നന്നായി കിട്ടുള്ളൂ. അപ്പോൾ ഈ രോഗങ്ങളൊന്നും വരില്ല. അത് പിന്നെ കണ്ടിട്ടുള്ള കറുത്ത പാട് കണ്ടത് അത് വെയിലടിച്ചാണ്. ആ ഭാഗത്തേക്ക് സൈഡിൽ കൂടെ വെയിലടിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഇല പൊള്ളിയിട്ട് പിന്നീട് അത് അവിടെ പാട് വന്നാണ് കറുത്ത പാട്. അതോടനുബന്ധിച്ചാണ് ഒരു മഞ്ഞ കേടാവുന്നതിൻ്റെ ലക്ഷണമാണ് ആ മഞ്ഞ നിറം കണ്ടത്. നിങ്ങൾ ഈ അസോസ്കിസ്ട്രോബ് അല്ല, നമ്മുടെ അമിസ്റ്റാർ ടോപ്പ് തന്നെ കൊടുത്തോളൂ. 1 ml 1 ലിറ്റർ വെള്ളം ഒരു ആഴ്ചയിൽ തവണ വെച്ച് കൊടുത്താലും മതി. ആഴ്ചയിൽ തവണ വെച്ചിട്ടൊരു 2-3 ആഴ്ച കൊടുത്തോളൂ. അപ്പം മഞ്ഞളിപ്പും ഇല കൊഴിച്ചിലും അങ്ങനെ പല രോഗങ്ങളും മാറും. അത് കൊടുത്താൽ മതി. ആഴ്ചയിൽ തവണ വെച്ച് കൊടുത്താൽ മതി. 4 ദിവസം കൊടുക്കാൻ നിൽക്കണ്ട. ആഴ്ചയിൽ തവണ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ മഞ്ഞളിപ്പും മാറും, പൗഡർ വില്ലും മാറും. പുതിയ ഇലകൾക്ക് വരില്ല. വന്ന ഇല കാണാൻ ഭംഗി കുറവുണ്ടെങ്കിൽ മുറിച്ച് കളയാം, അത്ര തന്നെ. ഇത് കൊടുക്കുമ്പോഴേ ആ വേരുമിലേക്ക് ഫെല്ലോസിൻ്റെ വേരുമിലേക്ക് തട്ടത്തക്കത്തിൽ കൊടുക്കട്ടാ. ആ വേരിന് തകരാറ് സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ തുടക്കണ ഇലയും എടുത്ത് കാണിച്ചു. അപ്പോൾ അമിസ്റ്റാർ ഈ ടോപ്പ് കൊടുക്കുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ വേരുമിൻ്റെ അടിയിലേക്ക് ഫെല്ലോസിൻ്റെ വേരുമിലേക്ക് തട്ടത്തക്കത്തിൽ നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കണം. അടുത്ത ചോദ്യവും നമുക്കൊരു ഇമേജ് അയച്ചു തന്നുകൊണ്ട് ഒരു ഓർക്കിഡ് ലവർ ചോദിച്ചിട്ടുള്ളതാണ്. ചോദ്യം ഇപ്രകാരമാണ്: എൻ്റെ ഫെലനോപ്സിസിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി ഇങ്ങനെയാണ്. അടുത്തു നിൽക്കുന്ന പ്ലാന്റ്സിന് കുഴപ്പമൊന്നുമില്ല. എന്താണ് ഇതിനു കാരണം? ഇത് ഇലവാട്ടം എന്ന രോഗമാണ്. എല്ലാം വാടിക്കഴിഞ്ഞു. അത് വാടിക്കഴിഞ്ഞ് വാട്ടർ രോഗമാണ്. അതിന് ഇത് നോക്ക്, ഈ വരുന്നത് കൊസൈഡ്. ഞാൻ സീന്ന് തെറ്റിട്ടിടാറുള്ള അല്ലേ സ്പെല്ലിങ്. ഈ മരുന്നാണ് ഉപയോഗിക്കേണ്ടത്. ഇതിൽ നമ്മൾ 1 ml 1 ഗ്രാം ഒരു നുള്ള് ഇതിൽ നിന്ന് 1 ഗ്രാം എടുക്കുക. കൊസൈഡിൽ നിന്ന് 1 ഗ്രാം എടുക്കുക. അതിലേക്ക് 1 നുള്ള ആൻറ്റിബയോട്ടിക് ചേർക്കുക. ആൻറ്റിബയോട്ടിക് ആൻറ്റിബയോട്ടിക് ചോദിച്ച് മേടിച്ചാൽ മതി, ഏതെങ്കിലും ആവാം. 1 നുള്ള ആൻറ്റിബയോട്ടിക്കും ചേർത്ത് കൊടുക്കുക. ഈ ആഴ്ച അടിച്ചിട്ട് അടുത്ത ആഴ്ച ഒന്നുകൂടി അടിച്ചാൽ രോഗം മാറുന്നതാണ്. ഈ വാട്ടർ രോഗം മാറും. ഏത് വാട്ടർ രോഗം കണ്ടാലും മരുന്ന് തന്നെയാണ്. അത് ഇപ്പോൾ ഫെലനോപ്സിസിനായാലും ശരി, ഏത് ഓർക്കിഡിനായാലും ശരി, പച്ചക്കറിക്കായാലും ശരി, കുരുമുളകിനായാലും ദ്രുതവാട്ടത്തിനുള്ള മരുന്ന് ഇത് തന്നെയാണ്. അപ്പോൾ ഈ മരുന്ന് ഉപയോഗിച്ചാൽ മതി, ഈ രോഗം മാറും. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: പൂവുണ്ടായ ഒരു ഓർക്കിഡ് 1-2 വർഷം കഴിഞ്ഞ് റീപ്ലാന്റ് ചെയ്താൽ അതിന് 13, 27, 27 ആദ്യം തന്നെ കൊടുക്കാമോ? ഇദ്ദേഹം ഇതോടൊപ്പം ഒരു ചോദ്യം കൂടെ ചോദിക്കുന്നുണ്ട്. അതായത് വളങ്ങൾ കൊടുക്കുന്നതിൻ്റെ ഒരു ഗ്യാപ്പ് ഒന്ന് വ്യക്തമാക്കാമോ എന്ന്. വളം ചെയ്യുന്നത് 4 ദിവസത്തിലൊരിക്കൽ തന്നെ അത് അങ്ങനെ തന്നെ ചെയ്ത് പോവാണ് നല്ലത്. അല്ല, ഈ ജോലിയൊക്കെ ഉള്ള ആൾക്കാർക്കാണ് ഞായറാഴ്ചക്കല്ലേ ഒഴിവിട്ടുള്ളൂ. അന്നലെ വളം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ആഴ്ചയിൽ ഒരു തവണ, ആ ഒരാഴ്ച ഒരു തവണയും തെറ്റാതെ കൊടുക്കാം. 4 ദിവസമാണ് ശരിയായി കൊടുക്കേണ്ടത്. ഇനി ഒരാഴ്ച 107 കൊണ്ടാണ് എങ്ങനെയാണെങ്കിൽ അങ്ങനെ പോട്ടെ, അങ്ങനെ ചെയ്യുക. അല്ലാണ്ട് 15 ദിവസത്തിലേക്ക് കൊടുക്കാമെന്ന് വളം തീരെ കിട്ടാണ്ട് വരും. അത് വളത്തിൻ്റെ വള്ളാണ്ട് കുറവ് വരും. അത് വേണ്ട. ഞങ്ങൾ 4 ദിവസത്തിലൊരിക്കൽ തന്നെ വളം കൊടുത്ത് ശീലിക്കണം. പിന്നെ റീപ്പോർട്ട് ചെയ്യാൻ ഓരോ ചെടി റീപ്പോർട്ട് ചെയ്യാൻ അത്രയും കട തിങ്ങി വന്ന് വേരൊക്കെ പുറത്ത് വന്ന് ചട്ടിന് കയറി പിടിച്ച് നിർത്തില്ല, മറിഞ്ഞ് വീണ്ടൊരു സമയം വരും. ചട്ടി ഒരു ഭാഗത്തേക്ക് തന്നെ വെയിറ്റ് തൂങ്ങിയിട്ട് മറിഞ്ഞ് വീണ്ടൊരു സമയം വരും. അപ്പോഴേക്കും 3-4 തണ്ടുകളൊക്കെ ഇല കൊഴിഞ്ഞ് ചട്ടി നിൽക്കുന്നുണ്ടായിരിക്കും. ഈ സമയത്താണ് റീപ്പോർട്ട് ചെയ്യുന്നത്. റീപ്പോർട്ട് ചെയ്യാൻ എടുക്കുമ്പോൾ നല്ല ഇലയുള്ള തണ്ടുകളെല്ലാം എടുത്തിട്ട് ഇല കൊഴിഞ്ഞതിനൊക്കെ മാറ്റിയിട്ട്, ഈ മാറ്റണതൊക്കെ നമുക്ക് മുളപ്പിച്ചെടുക്കട്ടോ. അതിനെ മുറിക്കുക അല്ലെങ്കിൽ മരുന്ന് പെട്ടെന്ന് നിൽക്കൊന്നും വേണ്ട. വെറുതെ വേറൊരു ചട്ടിയിൽ തന്നെ അങ്ങനെ കുത്തി നിർത്തിയിട്ട് തണലത്ത് വെച്ചിട്ട് നനച്ചു കൊടുക്കുക. അല്ലെങ്കിൽ കെടുത്തിടാം. കെടുത്തിട്ടെടുത്തിട്ട് നനച്ചു കൊടുത്താൽ മതി. നനച്ചു കൊടുത്ത് വരുമ്പോൾ അത് അവിടെ ഇവിടെയൊക്കെ പൊടിക്കും. 2-3 മാസം സമയം എടുക്കുന്നത് മാത്രം. അപ്പോൾ റീപ്പോർട്ട് ചെയ്യുമ്പോൾ
ചില ചില ചെടികളൊക്കെ രണ്ടെണ്ണമൊക്കെ ആക്കാറുണ്ട്, അങ്ങനെ ആക്കി ചെയ്യുക. ഇനി നിങ്ങൾ 13, 27 ഉള്ളതെങ്കിൽ അത് തന്നെ കൊടുത്തോളൂ. അതിലുണ്ടല്ലോ ഇപ്പോൾ 13 നൈട്രജൻ ഉണ്ടല്ലോ, വളരണതുണ്ടല്ലോ. അല്ല, നിങ്ങൾക്ക് മനസ്സമാനത്തിന് വേണ്ടിയാണ് നിങ്ങൾ 19 കൊടുത്തോളൂ. ഇനിയിപ്പോൾ ചെടി ഇപ്പോൾ റീപോർട്ട് ചെയ്യുമ്പോൾ പുതിയ വേരുകളൊക്കെ പൊട്ടാൻ സമയം എടുക്കല്ലേ എന്ന് ചിലർക്ക് സംശയം ഉണ്ടായിരിക്കും. അങ്ങനെ വിഷമമുള്ളവർക്കാണെങ്കിൽ നിങ്ങൾ 19 എടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. 19 2-3 മാസം അടുപ്പിച്ച് കൊടുത്തോളൂ. എന്നിട്ട് 13, 27 എടുത്ത് കൊടുത്താലും മതി. എന്തായാലും മാറ്റി റീപോർട്ട് ചെയ്യുമ്പോൾ എന്തായാലും 2-3 മാസം കഴിഞ്ഞിട്ട് പുതിയ കൊലകളൊക്കെ പൊട്ടുള്ളൂ. അങ്ങനെ ചെയ്തോളാം. 13, 27 നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കേണ്ടത്. ഈ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇനി നിങ്ങൾക്ക് ഒരു മനപ്രയാസം വേണ്ട, 19 കൊടുത്തോളൂ. 2-3 മാസക്കാലം കൊടുത്തോളൂ. അപ്പോഴേക്കും പുതിയ വേരുകളൊക്കെ പൊട്ടും. മറ്റൊരു ഓർക്കിഡ് ലവർ നമുക്ക് അയച്ചു തന്നിട്ടുള്ള പിക്ചേഴ്സാണ് ഈ കാണിച്ചിട്ടുള്ളത്. അവർ ചോദിക്കുന്നത് ഇങ്ങനെയാണ്: അവരുടെ കയ്യിലുള്ള ഓർക്കിഡുകളുടെ ലീവ്സിൽ ബ്ലാക്ക് സ്പോട്ട് പോലെ വരുന്നു എന്നും പിന്നീട് അത് കേടായി പോകുന്നു എന്നാണ്. അതുപോലെ തന്നെ വാൻഡയിലും അങ്ങനെ ബ്ലാക്ക് സ്പോട്ടുകൾ കാണുന്നുണ്ട്. അതിന് അമിസ്റ്റാർ ടോപ്പ് സ്പ്രേ ചെയ്താൽ മതിയോ എന്നാണ് ചോദ്യം. നിങ്ങൾ ചെടികളെ ശ്രദ്ധിക്കുന്നില്ല. ചെടികളിൽ കാണുമ്പോൾ രണ്ടരത്തൊരു ചെടിയിലേക്ക് വളം കൊടുക്കുമോ? വളം കൊടുക്കാണ്ട് ആരോഗ്യമില്ലാതെ വിരളിച്ച് നിൽക്കുന്നതാണ് കാണുന്നത്. അതുകൊണ്ട് ചെടികൾക്ക് ഇപ്പോൾ രോഗമൊന്നും ബാധിച്ചിട്ടില്ല. ഇനി അടുത്ത ഘട്ട രോഗം ബാധിക്കുമല്ലോ. ഇലകളിലേക്ക് ഇലപ്പുള്ളിയും വരും, മഞ്ഞളിപ്പും വരും, സകല രോഗം വരും. തീരെ ആരോഗ്യമില്ലാണ്ട് നിൽക്കുന്നത്. നിങ്ങൾ വളം ചെയ്യുമോ? വളം ചെയ്താലേ ഇലകളൊക്കെ ഉണ്ടായി വരുള്ളൂ, പച്ചനിറക്ക് ഉണ്ടായി വരുള്ളൂ. ഇപ്പോൾ ഇത് വളത്തിൻ്റെ കുറവാണ്. ഈ വളം ഇപ്പോഴും നിങ്ങൾ വളം ചെയ്ത് നിങ്ങളുടെ ചെടി നാശത്തിൻ്റെ വക്കത്ത് ആയി തുടങ്ങി. ഇനി ഇതേ മാതൃകയിൽ മുന്നോട്ടം പോയി ഉള്ള ഇലയും ഇല്ലാണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും പെട്ടെന്ന് വളം കൊടുക്കാൻ നോക്കുക. വളത്തിനെ പറ്റി ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ വീഡിയോ ശ്രദ്ധിക്കുന്നവരല്ലേ. അപ്പോൾ വളത്തിനെ പറ്റി പറഞ്ഞാൽ ആ വീഡിയോയിൽ പറഞ്ഞ മാതിരി വളങ്ങൾ ചെയ്യൂ. ഈ വളങ്ങൾ ഇനി അറിഞ്ഞില്ല എങ്കിൽ എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചാൽ പലവട്ടം പറഞ്ഞതാണ്. നിങ്ങൾ വളം കൊടുത്തോളൂ, പെട്ടെന്ന് ചെടി നന്നാവട്ടെ. ഇപ്പോൾ നിങ്ങൾ സ്വല്പം വെയിലടിക്കുന്ന ഭാഗത്തായി ഇരിക്കുന്നത്, നല്ല ആവശ്യമുള്ള വെയിൽ കിട്ടുന്ന ഭാഗത്താണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ചുകൂടി തണലത്തേക്ക് മാറ്റിക്കോളൂ. എന്നിട്ട് വളം ചെയ്യാൻ തുടങ്ങി. ചെടിയൊക്കെ നന്നായി കരുത്തായി വന്നതിന് ശേഷം ശരിയായ വെളിച്ചത്തേക്ക് മാറിയാൽ മതി. ഇപ്പോൾ സ്വല്പം തണലത്തേക്ക് മാറിയിട്ട് ചെടി നന്നാവട്ടെ. വളങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു 5-6 മാസം പിടിക്കും ആ ചെടിക്ക് ഒരു പുതിയ ഇല വന്ന് കൂമ്പൊക്കെ വന്ന് നന്നായിട്ട് സമയം എടുക്കും. അപ്പോൾ അങ്ങനെ ചെയ്യും. ഇപ്പോൾ വേറൊരു കേടൊന്നും ഇപ്പം ഇല്ല, പക്ഷേ അധികം വൈകാതെ തന്നെ കേട് വരും. ഇതേ കണ്ടീഷനിൽ പോവുകയാണെങ്കിൽ അധികം വൈകാതെ ഇതിന് കേട് വരും. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: അമിസ്റ്റാർ എല്ലാ ചെടികൾക്കും കൊടുക്കാമോ? അമിസ്റ്റാർ എന്ന് പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാണ്ട് കേട്ടോ. അമിസ്റ്റാർ പറയുമ്പോൾ വെറും അമിസ്റ്റാർ ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൈഫൻ അല്ല, ഇത് എന്താണ്, അസോസ്കിസ്ട്രോബിൻ ചേർന്നാണ് അമിസ്റ്റാർ. അപ്പോൾ അത് അമിസ്റ്റാർ കൂടാണ്ട് വേറെ മരുന്ന് കിട്ടും. നമ്മുടെ സ്കാൻ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്, അതിലും അസോസ്കിസ്ട്രോബിൻ തന്നെയാണ്. പക്ഷേ അമിസ്റ്റാർ ടോപ്പ് എന്ന് പറയുമ്പോൾ അതിൽ ഒരു മരുന്നും കൂടി കൂടുതലുണ്ട്, ഡൈഫൻ കോൺസോൾ. ആ വ്യത്യാസം ആദ്യം ഒന്ന് മനസ്സിലാക്കേണ്ട കേട്ടോ. ഈ അമിസ്റ്റാർ തന്നെ കിട്ടിയാലും കുറെ രോഗങ്ങൾ മാറും. ഈ പൗഡറി മിൽഡിയോ, പിന്നെ ഇല മഞ്ഞളിപ്പ്, ഇല കൊഴിഞ്ഞ് പോക്ക്, ഇതൊക്കെ അമിസ്റ്റാറിൽ പൊക്കോളും. അമിസ്റ്റാർ ടോപ്പ് വരുമ്പോൾ നിങ്ങൾക്ക് ഈ അഴുകൽ രോഗങ്ങൾ ഉണ്ട്, അത് മാറി, അഴുകൽ മാറി പല രോഗങ്ങളിലും മാറുന്ന അമിസ്റ്റാർ ടോപ്പിൽ. അതിൽ ഡൈഫൻ കോൺസോൾ ഉണ്ട്. ഈ വേര് ഉണക്കൽ ഒക്കെ വരുന്നുണ്ടല്ലോ, ഡൈഫൻ കോൺസോളിൻ്റെ കുറവുകൊണ്ട് വേരുണങ്ങുന്ന ഫെല്ലോസിൻ്റെ വേരുണങ്ങിയിട്ട് വേണ്ടി അലപ്പുള്ളി, മഞ്ഞ അലപ്പുള്ളിയൊക്കെ വരുന്നുണ്ടല്ലോ. അതൊക്കെ മരുന്ന് ഡൈഫൻ കോൺസോളാണ്. അതാണ് ഡൈഫൻ കോൺസോളും അസോസ്കിസ്ട്രോബിനും ചേർന്നാണ് അമിസ്റ്റാർ ടോപ്പ്. അമിസ്റ്റാർ എന്ന് മാത്രം പറയുമ്പോൾ അതിൽ അസോസ്കിസ്ട്രോബിൻ മാത്രമേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ നടക്കും, പക്ഷേ ഈ ഡൈഫൻ കോൺസോളിൻ്റെ ഗുണങ്ങൾ ഇല്ലാതെ വരും, അത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ പറഞ്ഞു വന്നത് കൊടുക്കുമ്പോൾ എല്ലാ ചെടികളും കൊടുക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ കൊടുക്കുമ്പോൾ ഒരു മാസത്തിൽ 2 തവണ നിലച്ചിട്ട് 1-2 മാസം അടുപ്പിച്ച് കൊടുക്കണമെങ്കിൽ നല്ലതൊക്കെ തന്നെയാണ്. കാരണം ചില രോഗങ്ങൾ ബാധിച്ച് തന്നെ അത് പ്രത്യക്ഷത്തിൽ വരാൻ സാവധാനം പ്രത്യക്ഷത്തിൽ വരുന്നത്. അപ്പോൾ അത് അടിക്കുമ്പോൾ ആ രോഗങ്ങൾ തന്നെത്താൻ മാറിക്കോളും, തുടക്കത്തിലേ അത് മാറിക്കോളും. അങ്ങന്നിട്ടൊരു 2-3 മാസം കഴിഞ്ഞിട്ട് വീണ്ടും തുടങ്ങിയാൽ മതി. പിന്നെ ഈ മരുന്നിന് ഇത്തിരി വില കൂടുതലാണ്, അതുകൊണ്ട് ആണ് ഈ രോഗമുള്ളവരടിച്ചാൽ മതി എന്ന് പറയുന്നത്. അപ്പോൾ രോഗമുള്ളവരടിക്കുമ്പോൾ നിങ്ങളുടെ ആ ഭാഗത്ത് ഈ രോഗം നിലവിലുണ്ട്,
അപ്പം അതുകൊണ്ട് അതിൻ്റെ എത്തിരിക്കുന്ന ചെടികൾക്ക് എന്തായാലും 1 ലിറ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ 10-20 ചെടികൾക്ക് അടിക്കാറുണ്ട്. അത് യുക്തിപൂർവ്വം ചെയ്യുമോ, കൂടുതൽ ചെടി ഉണ്ടെങ്കിൽ കൊടുത്തോളൂ. കൊടുക്കുമ്പോൾ ഒരു പ്രാവശ്യം കൊടുത്താൽ പോരാ, എല്ലാവരും കൂടി കൊടുക്കുമ്പോൾ ഒരു പ്രാവശ്യം കൊടുത്തിട്ട് അടുത്ത 15 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടി കൊടുക്കണം. അങ്ങനെ 1 മാസം കൂടി അങ്ങനെ കൊടുക്കണം. അത് അങ്ങനെ കൊടുത്താലേ അത് ഉപകാരപ്രദമാവുള്ളൂ. അങ്ങനെ അത് യുക്തിപൂർവ്വം ചെയ്യുക. അടുത്ത ചോദ്യം ഇപ്രകാരമാണ്: പ്ലാന്റ്സിന് കൊടുക്കേണ്ട സൾഫറിൻ്റെ ഡോസ് ഒന്ന് പറഞ്ഞു തരാമോ? എപ്സം സാൾട്ട് കൊടുക്കുമ്പോഴേ നിങ്ങൾ എപ്സം സാൾട്ട് സ്ഥിരമായി കൊടുക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ സൾഫർ 2 ഗ്രാം എടുത്താൽ മതി. 2 ഗ്രാം മാസത്തിൽ 2 തവണ അങ്ങനെ എടുക്കുക. അത് എപ്സം സാൾട്ട് കൊടുക്കുന്നില്ല എങ്കിൽ 3 ഗ്രാം എടുത്തോളൂ. സൾഫർ 3 ഗ്രാം അല്ലേ? സൾഫർ 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ മാസത്തിൽ 2 തവണ കൊടുക്കുക. ഇത് കൊടുക്കുമ്പോഴേ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാൻ ഒരു ഇത് ചെയ്തരാം. ഇത് കലക്കിയിട്ട് നന്നായി കലക്കിയിട്ട് അത് ഊറാൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൗഡറൊക്കെ അടിയിൽ ഊറിന്നോളും. ആ മരുന്നൊക്കെ ആ വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇലമില നരച്ച പാട് വീഴില്ല. കലക്കി വെക്കണം നല്ലതാണല്ലേ? ഒരു സ്പൂൺ കലക്കിക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല. കലക്കുമ്പോൾ നന്നായി വെള്ളത്തിൽ ലയിക്കണം, നല്ല മരുന്ന് ശരിക്കും വെള്ളത്തിലേക്ക് ഇറങ്ങി വരുള്ളൂ. അതിപ്പോൾ ഇത് മാത്രമല്ല, സാഫി അങ്ങനത്തെ പൗഡറിൽ മിക്സ് ചെയ്ത് മരുന്നുകളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ആ പൗഡറിൻ്റെ കടക്ക് അത് ഇലവ പിടിക്കും. പിന്നെ പിടിച്ചോണ്ട് അല്ല വെച്ചാൽ പിറ്റേ ദിവസം നനയ്ക്കുമ്പോൾ നന്നായി വെള്ളം ചീറ്റിച്ചിട്ട് ഇലവന്ന് കളഞ്ഞാലും മതി. അപ്പോൾ ഇലവ പിടിച്ചിരിക്കില്ല. അപ്പോൾ ഇത്ര മാത്രമല്ലോ. അപ്പോൾ ഈ എപ്സം സാൾട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ 4-ാം ദിവസം എപ്സം സാൾട്ട് കൊടുക്കുന്നുണ്ട് എങ്കിൽ 2 ഗ്രാം എടുത്താൽ മതി. അത് 1 ലിറ്ററിക്ക് 2 ഗ്രാം മാസത്തിൽ 2 തവണ. അതന്നെ എൻ്റെ അളവ്. അപ്പോഴേ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോകളിലൂടെ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.